എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും വിഷുദിനാശംസകളും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാനായി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന രണ്ട് ബാറ്ററി വെച്ച്, അതായത് 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടറിന്റെ 2000 വാട്ട് ലോഡ് ചെയ്യാവുന്ന ഒരു ട്രാൻസ്ഫോമർ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നതും ഒത്തിരി വീഡിയോകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലോട്ട് കടക്കുന്നില്ല, കാരണം അതൊക്കെ കണ്ട് എല്ലാവർക്കും മതിയായിട്ടുണ്ടാകും. ഏതായാലും ആദ്യത്തെ വീഡിയോകളൊക്കെ ഒത്തിരി പേര് കണ്ടതുകൊണ്ട് ആ വൈൻഡ് ചെയ്യുന്ന പ്രോസസ്സും കാണിക്കുന്നില്ല, നമ്മളിപ്പോൾ കോർ ഇടുന്ന പ്രോസസ്സും കാണിക്കുന്നില്ല. അപ്പോൾ വളരെയധികം സമയം ലാഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിത് വൈൻഡ് ചെയ്ത് വെച്ച ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഡാറ്റാ ഷീറ്റുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 43 എന്ന കോറിൽ 4 ഇഞ്ച് സൈസുള്ള ട്രാൻസ്ഫോമറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ട്രാൻസ്ഫോമർ ചെയ്തിരുന്നു 41-ൽ 5 ഇഞ്ച്. അപ്പോൾ അതും ഇതായിട്ട് വലിയൊരു ഡിഫറൻസ് ഇല്ല, കാരണം 1 ഇഞ്ചിൻ്റെ സൈസ് കോറിൽ മാറ്റം വരുന്നു, അതേപോലെ വയറിലെ ചെറിയൊരു ഗേജിൽ മാറ്റം വരുന്നു, ബോബിനും ചെറിയ മാറ്റം വരുന്നു, ബാക്കിയൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ആദ്യമായിട്ട് ഈ കോറിന്റെ സൈസ് ഒന്ന് നോക്കാം. ലെങ്ത് 4 ഇഞ്ചാണുള്ളത്, ഇതിങ്ങനെ 6 ഇഞ്ച്, അത് 43 സൈസാണ്. അതേപോലെ ഇത് 5 ഇഞ്ച്. ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി വൈൻഡ് ചെയ്യുന്ന E&I കോർ അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിൽ F കോർ ആണ്. E&I കോർ ഉപയോഗിച്ചാൽ F കോർ ആയാലും നോ ലോഡ് കറണ്ടൊക്കെ സെയിം തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കോർ ഫില്ല് ചെയ്യാവുന്നത് F ആണ്. അതും ഇപ്പോൾ പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള കോറുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചധികം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാലും തുരുമ്പെടുക്കുന്ന ഒരു വിഷയം അതിൽ വരുന്നില്ല. E&I നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയൊരു ലാമിനേഷൻ ആണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഈർപ്പം തട്ടുന്ന ഭാഗത്തോ വെള്ളം അടുത്തുള്ള ഭാഗത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് അത് തുരുമ്പെടുത്ത് പോകുന്നതുകൊണ്ട് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരിക്കാം ഒരു ചെറിയൊരു കോട്ടിങ്ങോടുകൂടി വരുന്നത്, അതും F വരുന്നത്. പണി വളരെ എളുപ്പത്തിൽ കഴിയും, ചെയ്യുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ, ഒരുപാട് നേരം നമുക്കതിൽ കുത്തിയിരിക്കണ്ട. അപ്പോൾ ബാക്കി നമുക്ക് ഈ ട്രാൻസ്ഫോമറിന്റെ ഡീറ്റെയിലോട്ട് പോകാം. ഈ ബോബിൻ വരുന്നത് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ബോബിനാണ്. PCB മെറ്റീരിയൽ വെച്ചാണ് ഈ ബോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണമെങ്കിൽ ഇത് വരുത്താം. പിന്നെ ഇത് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിലും കുറച്ചുകൂടി നല്ലത് നമുക്കിപ്പോൾ ഈ നൈലോൺ ബോബിൻ തന്നെ വരുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ ഒട്ടിക്കണ്ട, സെപ്പറേറ്റർ വെക്കണ്ട. ഇത് വാങ്ങിയാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൈമറിയിൽ വയർ കുറവാണ്. പ്രൈമറിയിൽ ചുറ്റി വരുമ്പോൾ ബോബിൻ ഫുൾ ആയില്ലെങ്കിൽ നമുക്ക് ആ സ്പേസ് കുറച്ചിട്ട് സെക്കൻഡറിയിലോട്ട് കൊടുക്കുക. അപ്പോൾ ഈ സെൻട്രൽ പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഇത് താഴത്ത് നമ്മൾ പ്രൈമറിയാണ് ചുറ്റിരിക്കുന്നത്. പ്രൈമറി ചുറ്റിയിരുന്നപ്പോൾ ഇവിടെ ഒത്തിരി ഗ്യാപ്പ് കണ്ടു, ഒരു പെൻസിൽ പോലും കയറുന്ന ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. സെക്കൻഡറി ആണെങ്കിൽ ഏകദേശം ഫുള്ളായിരിക്കുകയാണ്. ഫുള്ളായിരുന്നാലും നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന രീതിയിലല്ല. അപ്പോൾ നമ്മൾ ഈ പാർട്ടീഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താഴത്തോട്ട് ഇറക്കിയിട്ട് ഈ സ്പേസ് കുറച്ച് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് ഏകദേശം ഈക്വലായിട്ട് കിട്ടാൻ പറ്റും. കാരണം ഇത് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. അതേപോലെ നമുക്ക് നല്ല സ്പേസിലായിട്ട് അടിച്ചൊതുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ എൽ ക്ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി ഉപയോഗിച്ചിരിക്കുന്ന സെയിം വയർ ഗേജ് ആണ്. അതായത് 11ന്റെ 4 കമ്പികളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈമറിയിലാണെങ്കിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 16.5 ആണ്. അപ്പോൾ ഇതിൽ 16 ഉപയോഗിച്ചാലും കുഴപ്പമില്ല. 16.5 ആണെങ്കിൽ നമുക്ക് നമ്മൾ ഈ പറയുന്ന ഷാർപ്പായിട്ടുള്ള ലോഡ്, നമുക്ക് ഈ പറയുന്ന ലോഡ് ഉറപ്പായിട്ടും എടുക്കാം, യാതൊരുവിധ ഹീറ്റും ഉണ്ടാകുന്നതല്ല. പിന്നെ നമ്മളിത് കോറ് വൈബ്രേഷൻ കുറക്കുന്നതിന് വേണ്ടിയാണ് ഇതിൽ ഈ ഒരു അപ്പോക്സി കോട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പോക്സി കോട്ടിംഗ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫോമർ കോർ വൈബ്രേഷൻ ഒഴിവാകും. കോർ വൈബ്രേഷൻ ഒഴിവായാൽ തന്നെ നമുക്ക് ചൂട് കുറയും. കോറ് വെറുതെ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ലൂസ് ആണെങ്കിൽ തന്നെയും ഈ ട്രാൻസ്ഫോമർ പെട്ടെന്ന് ചൂടാകും. അതേപോലെ ഇതിൻ്റെ വൈൻഡിങ് വയറെല്ലാം ഹെവി ആയിട്ട് ചൂടാകും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തടയാനാണ് ഇങ്ങനെ ഒരു ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ലാമിനേഷൻ കോട്ടിംഗ് എന്നും പറയാം, ഇല്ലെങ്കിൽ അപ്പോക്സി കോട്ടിംഗ് എന്നും പറയാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 16.5ന്റെ വയറാണ്. 5 ഇഞ്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത് 16 ആണ്. അപ്പോൾ ഒരു കുറച്ചേ കുറവുള്ളൂ. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് 4 സ്ക്വയർ mm വയറാണ് ലീഡ് എടുത്തിരിക്കുന്നത്. ഇത് നേരെ നമുക്ക് ബോഡിയിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇവിടെ 4 സ്ക്വയർ mm
mm എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ സെക്കൻഡറിയിലെ വോൾട്ടേജ് ഒന്ന് നോക്കാം. മൾട്ടിമീറ്റർ AC ലൈനിൽ തന്നെ ഇടുക, കാരണം നമുക്ക് ഇതിൻ്റെ ഔട്ട് കിട്ടുന്നത് AC ആണ്. ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. 14.5 ആണ് ഇതിൻ്റെ വോൾട്ടേജ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൈമറിയിലെ വോൾട്ടേജ് ഒന്ന് നോക്കാം. 236 വോൾട്ട് ഉണ്ട്. ഇതൊരു പകൽ ടൈം ആയതുകൊണ്ട് നല്ലൊരു വോൾട്ടേജ് ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് 14.5 6 വോൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. 15 വോൾട്ട് അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈ വോൾട്ടിലോട്ട് പോയാൽ തന്നെ 16 വോൾട്ടിന് ഉള്ളിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് 250 വോൾട്ടിനാണ് ഇത് ഓൾറെഡി ചുറ്റുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡാറ്റാ ഷീറ്റ് ഒന്ന് നോക്കാം. കോർ നമ്പർ 43 4 ഇഞ്ച് 2000 വാട്ടാണ്. അപ്പോൾ പ്രൈമറി വൈൻഡിങ് 16.5 SWGയുടെ വയർ, ഒരു നമ്പർ 235 ഫോർ 250 വോൾട്ട്. സെക്കൻഡറി വൈൻഡിങ് 11 SWG ഇൻറ്റു 4 നമ്പേഴ്സ് 14 ഫോർ 15 വോൾട്ട്. അപ്പോൾ അതിന്റെ TPV വരുന്നത് 10 പെർ വോൾട്ട് വരുന്നത് 235 ഡിവൈഡഡ് ബൈ 250 വോൾട്ട് ഈസ് ഈക്വൽ ടു 0.9410. അപ്പോൾ ഒരു 10 പെർ വോൾട്ടിന് വരുന്നത് 0.9410 ആണ്. അതേപോലെ VPT വോൾട്ട് പെർ 10 250 വോൾട്ട് ഡിവൈഡഡ് ബൈ 235 ഈസ് ഈക്വൽ ടു 1.06 വോൾട്ട്. അപ്പോൾ നമ്മൾ ഈ 1.06 ആണ്, അതായത് വോൾട്ട് പെർ 10 ആണ് നമ്മൾ ഈ എത്ര വോൾട്ട് കിട്ടുന്നു എന്നുള്ളത് നോക്കാനായിട്ട്. അതായത് നമ്മൾ ഇത്ര 10 ചുറ്റുമ്പോൾ എത്ര വോൾട്ട് കിട്ടുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ട് പെർ 10 നോക്കാം. 235 ആണ് പ്രൈമറിയിൽ 250 ചുറ്റുന്നത് ഡിവൈഡഡ് ബൈ 250 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 0.94 അതായത് 0.94 ആണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ വോൾട്ട് പെർ 10 അത് 250 വോൾട്ട് ഡിവൈഡഡ് ബൈ 235 ഈസ് ഈക്വൽ ടു 1.06. അങ്ങനെ ചെറിയ ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് 1.06. ഇനി നമുക്ക് 14 എങ്ങനെയാണ് 15 വോൾട്ടിൽ നമ്മൾ കിട്ടിയിരിക്കുന്നത്, അതായത് 250 വോൾട്ടിൽ ചുറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണക്കാണിത്. വോൾട്ട് പെർ 10 അതായത് 1.0 ഇൻറ്റു ഇവിടെ 14 ആണ് നമ്മൾ ചുറ്റിയിരിക്കുന്നത് 11ന്റെ 4 കമ്പി വെച്ച് ഈസ് ഈക്വൽ ടു 14.84. അപ്പോൾ നമുക്കിവിടെ 14.8 വോൾട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ 24 വോൾട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് 12 മുതൽ 16 വോൾട്ട് വരെ ആണ് ഇതിന്റെ ഒരു കണക്ക്. ഇനി അടുത്ത ഒരു കണക്ക് നോക്കാം. 1.06 ഇൻറ്റു 235 ഈസ് ഈക്വൽ ടു 249.1 ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ 250 വോൾട്ടിൽ ചുറ്റിയിട്ടുണ്ട്. ഒരു 10 കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതലാവും. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് നോക്കാം. കോർ നമ്പർ 43 ബോബിൻ 4 ഇഞ്ച്, അത് നൈലോണോ അല്ലെങ്കിൽ സ്പ്ലിറ്റോ ആകാം. കോർ വെയിറ്റ് 12 കിലോ, അത് E&I ആയാലും F ആയാലും 12 കിലോ കോറാണ് ആവശ്യം വരുന്നത്. 11 SWG കോപ്പറിന്റെ വെയിറ്റ് 1.250 ഗ്രാം, അപ്പോൾ 1.25 കിലോ. അടുത്തായിട്ട് 16.5 SWG കോപ്പറിന്റെ വെയിറ്റ് 1 കിലോ 350 ഗ്രാം. എൽ ക്ലാമ്പ് സ്ക്രൂ, അപ്പോൾ നല്ല കട്ടിയുള്ള 4 എൽ ക്ലാമ്പും 8 സ്ക്രൂയുമാണ്. സൈക്കിൾ സ്ക്രൂ വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 4 ഇഞ്ചിന്റെ ബോൾട്ടും വെക്കാം. ടോട്ടൽ വെയിറ്റ് വരുന്നത് 15 കിലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറിന്റെ ഡാറ്റാ ഷീറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 2000 വാട്ടിന്റെ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.